തെരുവിലെ ഭക്ഷണങ്ങൾ വൃത്തിയില്ലാത്തതാണെങ്കിൽ കൂടി പലതും നല്ല രുചിയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പലർക്കും സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾക്ക് ചൈനയിലെ ഒരു സ്ട്രീറ്റ് ഫുഡ് നോക്കാം. ഇദ്ദേഹം ബ്രെഡ് വലിച്ച് എറിയുന്നതായി കാണാം, എന്നാൽ അത് ബൂമറാങ്ങായി തിരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ വരികയാണ്. അങ്ങനെ അത് പിടിച്ച് പല ഡാൻസും അഭ്യാസങ്ങളൊക്കെ കാണിക്കുകയാണ്. എന്തായാലും സംഭവം കൊള്ളാം. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്കില്ലിന് 10ൽ 10 തന്നെ കൊടുക്കാം. ഗൈസ്, ഇതും ചൈനയിൽ തന്നെയാണ്. ചൈനയിലെ ഗ്രാമങ്ങളിൽ പോയാൽ അവിടെ ഇതുപോലെ കേർട്ടൻസ് തൂക്കി വെച്ചതായി കാണാം. എന്നാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് കേർട്ടൻസ് ഒന്നുമല്ല, ഇതാണ് നമ്മുടെ സ്വന്തം നൂഡിൽസ്. ചൈനയിലെ ഈ നൂഡിൽസ് പുറത്തുനിന്നാണ് ആക്കുക. അതായത് ഇതിന് വെയിൽ കൊണ്ട് ഉണക്കണം. അങ്ങനെ കുറെ മണിക്കൂറുകൾ വെയിലത്ത് വെച്ചതിന് ശേഷമാണ് ഈ നൂഡിൽസിനെ പാക്കറ്റിലാക്കി അത് വിപണിയിൽ എത്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അഫ്ഗാനി റൊട്ടി കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അത് കിട്ടില്ല, എന്നാൽ പ്രവാസികളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം ടേസ്റ്റ് ഒക്കെയുള്ള വിഭവം തന്നെയാണ് അഫ്ഗാനി റൊട്ടി. സോ ഇവിടെ ഇവർ ഒരു സ്റ്റീൽ ഡ്രമ്മിന്റെ അകത്ത് വിറകൊക്കെ ഇട്ട് കത്തിച്ച് അതിന്റെ മുകളിലാണ് ഇവരുടെ വലിയ റൊട്ടി അവർ ചുട്ടെടുക്കുന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിൽ അഫ്ഗാനി റൊട്ടി അത്ര വൃത്തിയിലല്ല ആക്കുന്നത്. ഇദ്ദേഹം ആ പൊടിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ റൊട്ടി പരത്തുന്നത്. പക്ഷെ എന്തായാലും അഫ്ഗാനികളുടെ വളരെ പ്രിയപ്പെട്ട ഒരു വിഭവം തന്നെയാണ് അഫ്ഗാനി റൊട്ടി എന്ന് പറയുന്നത്. അടുത്തതും നമ്മൾ ഒരു ചൈനീസ് വിഭവം തന്നെയാണ് നോക്കാനായി പോകുന്നത്. സെസാം എന്ന ഒരു ചെടിയുടെ സീഡ് ഉപയോഗിച്ചാണ് ഇവർ ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത്. സോ ഇതാണ് സെസാം ബോൾസ്. അങ്ങനെ ഇത് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഇതിന്റെ വലുപ്പം വർദ്ധിച്ചുകൊണ്ടേ നിൽക്കുന്നതാണ്. അങ്ങനെ ഒരു ഭീമാകാരമായ സൈസ് ആയിരിക്കും ഈ സെസാമെ ബോൾസിന് ഉണ്ടാവുക. സോ ഇത് എരിവുള്ള വിഭവം ഒന്നുമല്ല, മധുരമുള്ള ഒരു ചൈനീസ് പാസ്ട്രിയാണ് സെസാമെ ബോൾസ് എന്ന് പറയുന്നത്. സ്പീഡിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് പല തവണ കണ്ടിട്ടുണ്ടാവും. ഈവൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പോലും ചിലപ്പോൾ വളരെ വേഗത്തിൽ കട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ഇത് കുറച്ച് അധികമല്ലേ എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഈ കത്തി അദ്ദേഹം നല്ലോണം മുകളിലേക്ക് കൊണ്ടുപോയിട്ടാണ് വെട്ടുന്നത്. അതും വളരെ തിന്നായിട്ടുള്ള പീസസ് ആണ് ഇദ്ദേഹം ആക്കുന്നത്. സോ ഓരോ വെട്ട് കാണുമ്പോഴും അദ്ദേഹത്തിന്റെ വിരൽ മുറിഞ്ഞു പോകുമോ എന്ന ഒരു പേടിയാണ് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. തന്തൂർ ബ്രെഡ്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്നും ഇത് ആക്കാറുണ്ട്, പക്ഷെ കൂടുതലും ഇറാനികളും അഫ്ഗാനികളും പാകിസ്ഥാനികളും ഒക്കെയാണ് ഈ തന്തൂർ ബ്രെഡ്സ് ആക്കാറുള്ളത്. സോ ഇവർ ഒരു ബൗളിന്റെ അകത്ത് തലയിട്ട് എന്തോ അവിടെ വെക്കുന്നത് കാണാം. എന്നാൽ ഇത് വേറൊന്നുമല്ല, തന്തൂർ ബ്രെഡ് ആക്കുന്ന അടുപ്പാണ് ഇത്. അതായത് ഇവർ ഈ തലയിട്ട് പോകുന്നത് തീയിലേക്കാണ്. ജസ്റ്റ് ഒന്ന് കാല് തെറ്റി അകത്ത് വീണാൽ എല്ലാം തീരുന്നതാണ്. സോ വളരെ റിസ്കി ആയിട്ടാണ് ഇവർ ഈ തന്തൂർ ബ്രെഡ് ആക്കുന്നത്. അതിൽ ഒരാൾ പേടിച്ച് അദ്ദേഹത്തിന്റെ കാല് വരെ ഇവിടെ സേഫ്റ്റിക്കായി പിടിക്കുന്നതായി കാണാം. ജപ്പാനിലെ ഒരു റൈസ് കേക്ക് വിഭവമാണ് മോച്ചീസ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ് ഇത്. എന്നാൽ ഇത് ആക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. ആ റൈസ് ഇടിച്ച് അത് നല്ല സ്മൂത്ത് ആക്കണം. അപ്പോൾ കുറച്ച് റിസ്കി ആയ രീതിയിൽ എന്നാൽ നല്ല സ്കിൽഫുൾ ആയിട്ട് തന്നെയാണ് ഇവർ അത് ആക്കുക. ഒരാൾ മുട്ടിക്കൊണ്ട് ഇടിക്കുമ്പോൾ മറ്റേ ആൾ കൈ കൊണ്ട് അതിൽ ഒരു ഓയിൽ ആക്കുന്നതും കാണാം. അപ്പോൾ ഇതിൽ ഒരാളുടെ ടൈമിംഗ് തെറ്റിയാൽ അയാളുടെ കൈക്ക് നല്ല കൊട്ട് തന്നെ കിട്ടും. എന്തായാലും ഇവർ ഇതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർ ഇവിടെ എന്താണ് ആക്കുന്നത്? നിങ്ങൾ പലരും ശർക്കര കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇവർ ശർക്കരയാണ് ആക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമാണ് ശർക്കര കൂടുതലും ആക്കാറുള്ളത്. കരിമ്പ് ജ്യൂസൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഈ ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും ശർക്കര കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. ഡൈജഷന് നല്ലതാണ്. അതേപോലെ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ പെയിൻ ഒക്കെ ശർക്കര കഴിച്ചാൽ സുഖമുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണാം. എന്നാൽ ഇവർ ഈ ഭക്ഷണം എവിടുന്നാണ് ആക്കിയത് എന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വേറൊന്നിലുമല്ല, മണ്ണ് മാന്താനും കെട്ടിട നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന JCBയിലാണ് ഇവർ ഭക്ഷണമാക്കിയത്. അതിൽ തന്നെയാണ് അവർ ഫ്രൈ ചെയ്തതും എല്ലാം. എന്തായാലും അത് വൃത്തിയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഫ്രൈയിങ് പാൻ ഇത് തന്നെ ആയിരിക്കും. ഗൈസ്, അടുത്തത് നോക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഹൈഡലോ ഹോട്ട് പോട്ട് എന്ന ചൈനീസ് റെസ്റ്റോറന്റ് ആണ് ഇത്. ഇവിടെ പലതരം ചൈനീസ് വിഭവങ്ങൾ ലഭ്യമാണ്. അതേപോലെ അവിടുത്തെ ഒരു പ്രത്യേക തരം നൂഡിൽസ് ആണ് ഇത്. ഇദ്ദേഹം ഈ പിടിച്ച് ഡാൻസ് കളിക്കുന്നത്
പോകുന്നത് റോപ്പ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല, നമ്മൾക്ക് തിന്നാൻ തരുന്ന നൂഡിൽസ് ആണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇവർ മാസങ്ങളോളം പരിശീലിച്ചിട്ടാണ് ഈ ഒരു നൂഡിൽ ഡാൻസ് ചെയ്യുന്നത്. ഇതേപോലെ മറ്റൊരു നൂഡിൽ ഡാൻസ് കാണാം. ഇവിടെ ഈ സ്ത്രീ ഈ നൂഡിൽ രണ്ട് കയ്യിൽ പിടിച്ച് ഡാൻസ് ചെയ്തുകൊണ്ട് പാചകം ചെയ്യുന്നതായി കാണാം. ഈ സ്ത്രീയുടെ പെർഫോമൻസ് കാണാൻ ധാരാളം ആളുകളുമുണ്ട്. ചായ നമ്മുടെ വികാരമാണ് അല്ലെ? അപ്പോൾ തായ്ലൻഡിലെ ബാങ്കോക്കിൽ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല മനോഹരമായ രീതിയിൽ അവിടുന്ന് ചായ കൂട്ടുന്നത് കാണാം. നല്ല ഉയരത്തിൽ നിന്ന് ചായ അടിക്കുന്നത് കൊണ്ട് തന്നെ ചായ നല്ല ക്രീമായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് തായ്ലൻഡിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിൽ ഇതുപോലെ നല്ല മനോഹരമായ ചായ ആക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ചായ കുടിക്കാൻ തോന്നുന്നു അല്ലെ? ഇദ്ദേഹം എന്ത് വേഗത്തിലാണ് റൊട്ടി ഫ്ലിപ്പ് ചെയ്ത് ആക്കുന്നത് എന്ന് നോക്കൂ. ഇദ്ദേഹത്തിന്റെ കൈ തീയുടെ മുകളിൽ തന്നെ ആയിട്ടാണ് ഉള്ളത്. എന്നാലും അദ്ദേഹം നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഈ റൊട്ടി വളരെ വേഗത്തിൽ തിരിച്ചും മറിച്ചും ചുട്ടി എടുക്കുന്നത് കാണാം. ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ടേബിൾ ടെന്നീസ് ബാറ്റ് ഒന്നുമല്ല, ബാങ്കോക്കിലെ ഒരു സ്ട്രീറ്റ് ഫുഡ് ആണ്. അപ്പോൾ ഇത് താറാവാണ്. ആക്ച്വലി ഡക്ക് ഗിറ്റാർ എന്നാണ് ഈ വിഭവം അറിയപ്പെടുന്നത്. കാരണം ഗിറ്റാർ പോലെയാണ് ഇതുള്ളത്. താറാവിനെ മുറിച്ച് അതിനെ ഈ കമ്പിയിൽ കെട്ടി അത് പിന്നീട് എണ്ണയിലിട്ട് പൊരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് പിന്നീട് അത് കഴിക്കാം. അത് വെട്ടി മുറിച്ച് പ്ലേറ്റിൽ കുറച്ച് സാലഡൊക്കെ ഇട്ടാണ് കഴിക്കാറുള്ളത്. ഗൈസ്, ഇദ്ദേഹം ഒരു ദോശയൊക്കെ പോലെയുള്ള ഒരു വിഭവം ആക്കുന്നത് കാണാം. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈ മുക്കിയെടുത്ത് അത് അതേപോലെ ഓരോന്നോരോന്ന് റൗണ്ടായി പാനിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ആവുന്നുമുണ്ട്. എന്തായാലും ഇത് ഉപയോഗിച്ചാണ് ഈ ക്രിസ്പി ആയിട്ടുള്ള റോൾസ് ഒക്കെ ആക്കാറുള്ളത്. ഈ ഷെഫിന്റെ കഴിവ് അപാരം തന്നെ. ഇദ്ദേഹം മുട്ട വെച്ചാണ് കളിക്കുന്നത്. ആൻഡ് ആ മുട്ട എറിന് അത് പൊട്ടിച്ച് അതുകൊണ്ട് എഴുതുന്നത് കാണാം. അതും നല്ലൊരു ഹാൻഡ് റൈറ്റിംഗിൽ തന്നെയാണ് ഇദ്ദേഹം എഴുതുന്നത്. എന്തായാലും അത്രയും സ്കില്ലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷെഫിന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹം ഒരു വലിയ പാത്രത്തിൽ കുറെ സ്വീറ്റ്സ് നല്ല അടിപൊളിയായി തന്നെ അറേഞ്ച് ചെയ്യുന്നത് കാണാം. സോ ഇങ്ങനെ ചെയ്യാനും നല്ലൊരു സ്കില്ല് എന്തായാലും വേണം. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് റൊട്ടി ആക്കുന്നത് കാണാം. ആദ്യം ചെറിയ ഒരു പീസ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അത് അമർത്തി ചുറ്റുമ്പോൾ അത് നല്ലൊരു റൗണ്ട് ഷേപ്പായി വരികയാണ്. സോ നമ്മളും ഇത് കണ്ട് ഈസിയല്ലേ, നമ്മൾക്കും ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ കരുതിയാൽ അത് നടക്കില്ല. കാരണം ഇത് ചെയ്ത് പരിചയമുള്ള ആൾക്ക് മാത്രമേ ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കൂ. ചൈനയിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് ജിയാൻ ബിങ്. പല വ്യത്യസ്ത ഫ്ലേവേഴ്സ് ഉപയോഗിച്ച് പാറ്റേൺസ് ഒക്കെ ആക്കി അത് നമ്മുടെ ദോശയൊക്കെ പോലെ ചുട്ടെടുക്കും. അങ്ങനെ അതിന്റെ അകത്ത് അവരുടെ പ്രത്യേക ചേരുവകൾ ഇട്ട് എന്നിട്ട് തിന്നുന്ന ഒരു വിഭവമാണ് ജിയാൻ ബിങ്. ചൈനയിലെ ആളുകൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാറുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ചൈനീസ് മസാല ദോശ എന്നൊക്കെ ഇതിനെ നമ്മൾക്ക് വേണമെങ്കിൽ വിളിക്കാം. കോട്ടൺ കാൻഡി നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ ഇദ്ദേഹം എങ്ങനെയാണ് ഒരു കോട്ടൺ കാൻഡി ആക്കുന്നത് എന്ന് കാണാം. പല ലേയേഴ്സ് ആക്കി വളരെ മനോഹരമായ ഒരു രൂപത്തിലാണ് ഇദ്ദേഹം ഇവിടെ കോട്ടൺ കാൻഡി ആക്കുന്നത്. അവസാനം നല്ല വലിയ കോട്ടൺ കാൻഡി തന്നെയാണ് ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.